എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നെയിം സ്ട്രിപ്പാണ് ഗൈസ്. അപ്പം ഇപ്പം ഇൻട്രോ പറഞ്ഞത് എൻ്റെ അനിയനാണ്. നിങ്ങൾ 1-2 വീഡിയോസിൽ ഇവനെ കണ്ടിട്ടുണ്ടാവും, അൺബോക്സിങ് വീഡിയോസിലൊക്കെ. അപ്പം അവനാണ് ഇപ്പോൾ ഇൻട്രോ പറഞ്ഞത്, അവനാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നത്. അപ്പം നെയിം സ്ലിപ്പാണോ പറഞ്ഞ പോലെ ഇനി A4 നമ്മുടെ അടിയിൽ വെക്കാനുള്ള പേപ്പറിൻ്റെ സൈസിന് ഞാൻ ഒരു 8 നമ്മുടെ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് കർവ് ചെയ്ത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് ബോർഡർ പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്തേക്ക് പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. പിന്നെ ആ സ്റ്റിക്കർ എന്തെങ്കിലും കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ട്രേസ് എടുത്ത് വരക്കണമെന്ന് നിർത്തി. അതുണ്ടായിരുന്നുള്ളൂ, സ്വന്തമായിട്ട് വരക്കണമെന്നില്ല. പിന്നെ ട്രേസ് എടുത്ത് വരക്കണം, അതും കൂടെ നിർത്തി സ്റ്റിക്കറിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്തായാലും ആവട്ടെ. നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു നോക്കട്ടെ, അടിപൊളിയാണ്. കവായ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ഇത് അടിപൊളിയാണ്. നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങിച്ച് ഇതിൻ്റെ പൈസ ഒന്നും കളയണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ഒരു A4 പിന്നെ ആ A4 തന്നെ മതി. ഇപ്പം വീഡിയോ എടുക്കണോണ്ടാണ് ഫീൽ ചെയ്യണ പോലെ ആക്കാൻ വിചാരിച്ചത്. ഒരു A4 പിന്നെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റവും സ്കെച്ച് തന്നെ മതി ഗൈസ്. പിന്നെ ഒരു സെലോ ടേപ്പ് ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി അത്ര തന്നെ മതി. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് കമ്പിട്ട് ഒട്ടിക്കാം. അപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബോർഡർ വരച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഈ ഇങ്ങനെ 8 ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത് ഇവിടുത്തെ 4 ഇത് അനിയൻ്റെ ആണ്, ഇത് എൻ്റെ ആണ്. അവൻ തന്നെ കളർ ചെയ്ത് അവൻ തന്നെ ഇഷ്ടമുള്ള സ്റ്റിക്കറൊക്കെ പെറുക്കി ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവൻ. ഞാൻ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ് എസ്തറ്റിക്കിലേക്ക് പിടിച്ചപ്പോൾ അവൻ ഭയങ്കര ഡാർക്ക് കളേഴ്സിൽ പിടിച്ചു. അവൻ അങ്ങനെ തോന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഡാർക്ക് കളേഴ്സിലെടുത്തിട്ടുണ്ട്. ഈ എല്ലാം ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവൻ കൊടുത്തതാണ്, അല്ലെങ്കിൽ അവിടെ ബ്ലാക്ക് കൊടുത്ത് വെച്ചേനെ. ഓക്കെ, എന്തായാലും ഒരു എല്ലാം ഇങ്ങനെ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ നമ്മുടെ എസ്തറ്റിക്സൊക്കെ ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട്. എന്നാലും ഇതിപ്പം കുഴപ്പമില്ലല്ലോ അല്ലേ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം, പിന്നെന്താ സബ്ജക്റ്റ്, ഗ്രേഡ്, സ്കൂൾ അങ്ങനെ എഴുതി കൊടുക്കണം. ഇതുപോലെയാണ് എല്ലാത്തിലും നമുക്ക് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് ഇത്തിരി ഒരു മെനക്കെട്ട പണി, നമ്മളിരുന്ന് കുത്തിയിരുന്ന് എഴുതണം. ഫുൾ നമ്മൾ പേരൊക്കെ നെയിം, ഗ്രേഡ്, റോൾ നമ്പർ, സബ്ജക്ട്, സ്കൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സെലോ ടേപ്പ് ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാൻ, നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഒട്ടിക്കാനുള്ളതുകൊണ്ട്. ഇപ്പോൾ ഫുൾ സെലോ ടേപ്പൊക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ ആ നേരത്തെ കാണിച്ച ആ ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ 8 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പേരൊക്കെ എഴുതി, സ്കൂളിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റോൾ നമ്പർ, സബ്ജക്റ്റ് അറിയാത്തതുകൊണ്ട് തന്നെ അതൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്ര ഒന്നും ഡയലോഗ് ഇഷ്ടപ്പെടുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സിമ്പിളാണ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.